നിങ്ങളിൽ പലരും ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും കുറെ അധികം സ്റ്റോക്ക് ബ്രോക്കറിലായിട്ട് കുറെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി വെക്കുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അപ്സ്റ്റോക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ കുറെ സ്റ്റോക്സുകൾ കാണും, സെറോദ എടുക്കുകയാണെങ്കിൽ അതിലും കുറെ സ്റ്റോക്സ് കാണും. അതായത് 5-6 സ്റ്റോക്ക് ബ്രോക്കറിലായി കുറെ അധികം മ്യൂച്വൽ ഫണ്ടും കുറെ അധികം സ്റ്റോക്സുകളും. അപ്പൊ ഈ ഒരു കേസിൽ ഓരോ ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ഓരോ ആപ്പിലും കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഈ മുഴുവൻ സ്റ്റോക്സും വിറ്റുകൊണ്ട് ഏതെങ്കിലും ഒരു ബ്രോക്കറിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിൽ മാത്രം കയറി നോക്കിയാൽ പോരെ എന്ന്. അപ്പൊ പല ആൾക്കാരും ഇത് ചെയ്യാത്തത് ആ ഒരു വിറ്റിട്ട് ഇപ്പുറത്ത് വാങ്ങുന്ന ആ ഒരു കാലയളവില്ലേ, ആ ഒരു കാലയളവിൽ ഈ ഒരു സ്റ്റെയറിന്റെ എല്ലാം വില കൂടിയാൽ എന്ത് ചെയ്യുമെന്ന് കരുതിയിട്ടാണ്. അതുപോലെ തന്നെ ഈ വിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ലാഭത്തിന് പുറത്ത് ടാക്സ് ഒക്കെ കൊടുക്കണം. അപ്പൊ ഇതൊക്കെ കരുതിയിട്ട് തന്നെ പല ആൾക്കാരും ഇത്തരത്തിൽ ഈ ഒരു കാര്യം ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇനി ആ ഒരു പേടി വേണ്ട. സ്റ്റോക്സ് ഒന്നും വിൽക്കാതെ തന്നെ നിങ്ങളുടെ മുഴുവൻ ബ്രോക്കറിലുള്ള ഷെയർസും ഇത്തരത്തിൽ ഒരു ബ്രോക്കറിലേക്ക് മാറ്റാൻ പറ്റും, അതും വെറും 10 മിനിറ്റ് കൊണ്ട്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. അപ്പൊ നിങ്ങളുടെ ഒരു ബ്രോക്കറിലുള്ള ഷെയർസിനെ മുഴുവൻ നിങ്ങളുടെ തന്നെ മറ്റൊരു ബ്രോക്കറിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം CDSL ECSന്റെ ഒരു അക്കൗണ്ട് വേണ്ടതാണ്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഗൂഗിളിലേക്ക് വരിക. ഗൂഗിളിലേക്ക് വന്നതിന് ശേഷം ഇത്തരത്തിൽ CDSL ECS എന്ന് സെർച്ച് ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു വെബ്സൈറ്റ് വരുന്നതാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത്തരത്തിൽ ആ ഒരു വെബ്സൈറ്റിന്റെ ഹോം പേജിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് ടു രജിസ്റ്റർ ഫോർ ECS. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈസിയസ്റ്റ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഡിമാറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ. അപ്പൊ ഇവിടെ അതിന് തൊട്ട് താഴെയായിട്ട് ഇത്തരത്തിൽ DP ID എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലയന്റ് ID എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ DP ID എന്താണെന്നും ക്ലയന്റ് ID എന്താണെന്നും അറിയാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് ബ്രോക്കറിൽ നിന്നാണോ ഇത്തരത്തിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആ ഒരു ബ്രോക്കറിന്റെ പ്രൊഫൈലിലേക്ക് പോകുക. ഇപ്പൊ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് എന്റെ സെറോദ അക്കൗണ്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരത്തിൽ സെറോദയുടെ പ്രൊഫൈലിലേക്ക് വരികയാണ്. അപ്പൊ എന്റെ സെറോദയുടെ പ്രൊഫൈലിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഡിമാറ്റ് BO എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു 16 അക്ക നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു നമ്പറിന്റെ ആദ്യ 8 അക്ക നമ്പർ എന്ന് പറയുന്നത് DP ID, രണ്ടാമത്തെ 8 അക്ക നമ്പർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ക്ലയന്റ് IDയുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും ഇവിടെ കോപ്പി ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ സെറോദയുടെ DP IDയും ക്ലയന്റ് IDയും ഇതാ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് OTP എൻ്റർ ചെയ്യേണ്ട, അതായത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിലേക്കോ ഇത്തരത്തിൽ OTP വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ കറക്റ്റ് OTP എൻ്റർ ചെയ്യുകയാണെങ്കിൽ അടുത്ത പേജിലേക്ക് വരുന്നതാണ്. അപ്പം അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ള പേജാണിത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് DP IDയും ക്ലയന്റ് IDയും എല്ലാം തന്നെ ഇവിടെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളുടെ യൂസർ നെയിം അടിക്കാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന ഓപ്ഷൻസ് എല്ലാം ഫില്ല് ചെയ്ത് വരാവുന്നതാണ്. ഫില്ല് ചെയ്ത് താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ 2 ഓപ്ഷൻസ് കാണും. അക്കൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ അക്കൗണ്ട് ഓഫ് ചോയ്സും അതുപോലെ തന്നെ ട്രസ്റ്റഡ് അക്കൗണ്ട് ഒന്ന്. ഇവിടെ അപ്പം അക്കൗണ്ട് ടൈപ്പ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ബ്രോക്കറിൽ നിന്ന് മറ്റൊരു ബ്രോക്കറിലേക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അല്ലെ. ആ ഒരു സമയത്ത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ആ ഒരു ബ്രോക്കർ എന്ന് പറയുന്നത് CDSLന്റെ സർവീസ് ഉപയോഗിക്കുന്ന ബ്രോക്കർ ആണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലാണോ ഷെയർ റിസീവ് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ടും ഇത്തരത്തിൽ CDSLന്റെ സർവീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ട്രസ്റ്റഡ് അക്കൗണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അപ്സ്റ്റോക്സിൽ നിന്ന് സെറോദയിലേക്ക് നിങ്ങൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ സെറോദയിൽ നിന്ന് അപ്സ്റ്റോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ട്രസ്റ്റഡ് അക്കൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ബ്രോക്കർ CDSLന്റെ സർവീസ് ആണ് ഉപയോഗിക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ബ്രോക്കർ എന്ന് പറയുന്നത് NSDLന്റെ സർവീസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അക്കൗണ്ട് ഓഫ് ചോയ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ സെറോദയിൽ നിന്ന് ഇത്തരത്തിൽ ജിയോജിത്തിലേക്കൊക്കെ മാറ്റുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ, രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ഫോർവേഡഡ് ടു DP ഫോർ ഓതന്റിക്കേഷൻ. അതായത് ഇവിടെ രജിസ്ട്രേഷൻ സക്സസ് ആയിരിക്കുകയാണ്, നിങ്ങളുടെ ബ്രോക്കറിൽ നിന്ന് പെർമിഷന് വേണ്ടിയിട്ട് ഉള്ളൊരു റിക്വസ്റ്റും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ ഇത് അക്സെപ്റ്റ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ് ഇത്തരത്തിൽ ട്രസ്റ്റഡ് ഡീറ്റെയിൽസ് എന്ന് കാണാൻ പറ്റുന്നതാണ്. അതായത് എൻ്റർ ട്രസ്റ്റഡ് BO ID എന്ന് പറഞ്ഞത്, അതായത് നിങ്ങൾക്ക് ഏത് ബ്രോക്കറിലേക്കാണ് ഈ ഷെയർ മാറ്റേണ്ടത് ആ ഒരു ബ്രോക്കറിന്റെ ഡിമാറ്റ് ID ഇവിടെ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ എന്റെ മറ്റൊരു അക്കൗണ്ടിന്റെ BO ID അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ BO ID എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഏത് ബ്രോക്കറിലേക്കാണോ എനിക്ക് ഇത്തരത്തിൽ എന്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു ബ്രോക്കർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എന്റെ ഇമെയിൽ IDയിലേക്കും മൊബൈൽ നമ്പറിലേക്കും OTP വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നോക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിവിടെ സക്സസ് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കുറെ ഓപ്ഷൻസ് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ അതൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ ഈസിയസ്റ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്റെ സെറോദയ്ക്ക് വേണ്ടിയിട്ടുള്ള CDSLന്റെ ഈസിയസ്റ്റ് അക്കൗണ്ട് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിൻ നമ്പറും ബാക്കി ഡീറ്റെയിൽസ്
ഡീറ്റെയിൽസും എല്ലാം തന്നെ ഇത്തരത്തിൽ എൻ്റെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലേക്ക് അവിടുന്ന് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യേണ്ടതിന്റെ ഭാഗമായിട്ട് CDSL ECS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ ആ ഒരു വെൽക്കം മെയിൽ ലഭിച്ചത്. ആ ഒരു വെൽക്കം മെയിലിന്റെ കൂടെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസും പാസ്വേഡും എല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെൽക്കം മെയിൽ വന്നിട്ടുള്ള പാസ്വേഡും മറ്റു കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ CDSLന്റെ ECS അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തപ്പോൾ തന്നെ ഇത്തരത്തിൽ ആ ഒരു പാസ്വേഡ് മാറ്റണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചേഞ്ച് ചെയ്ത ആ ഒരു പുതിയ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ CDSL ECSന്റെ ആ ഒരു പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം. ആദ്യം നിങ്ങൾ ഇത്തരത്തിൽ മിസലേനിയസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നേരെ പോയി കഴിഞ്ഞാൽ ചേഞ്ച് പിൻ എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിലവിലുള്ള ആ ഒരു പിൻ നമ്പർ ഉണ്ട്, ആ ഒരു സെക്യൂരിറ്റി പിൻ നമ്പർ നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. ആ ഒരു പിൻ എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ CDSL ECS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് മെയിൽ കിട്ടില്ല. ആ ഒരു മെയിലിന്റെ കൂടെ തന്നെ മറ്റൊരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു മെയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിലവിലുള്ള ആ ഒരു പിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പിന്ന് നിങ്ങൾ ഇവിടെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആ ഒരു പിൻ നമ്പർ സക്സസ്ഫുള്ളി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഇത്തരത്തിൽ നിങ്ങൾ ഏത് അക്കൗണ്ടിലേക്കാണോ നിങ്ങളുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ആ ഒരു അക്കൗണ്ടിന് ഇതിലൂടെ ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 2024 ജനുവരിയോട് കൂടിയാണ് ഗവൺമെന്റ് ഇത് മാൻഡേറ്ററി ആക്കി മാറ്റിയത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് വരിക. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് BO ലിങ്കിങ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ BO ലിങ്കിങ് സെറ്റപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ BO ലിങ്കിങ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. അതിലേക്ക് നോക്കുന്ന സമയത്ത് ബയർ BO എന്ന് കാണുന്നതാണ്. അതായത് ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് ഷെയർ അയച്ചു കൊടുക്കേണ്ടത്. അത് എന്തായാലും CDSL അക്കൗണ്ട് ആണല്ലോ. അതുകൊണ്ട് നിങ്ങൾ CDSL എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എൻ്റർ ബയർ BO, അതായത് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ ആ ഒരു ഷെയർ അയച്ചു കൊടുക്കേണ്ടത് ആ അക്കൗണ്ടിന്റെ ഡിമാറ്റ് ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എൻ്റെ അപ്സ്റ്റോക്സ് അക്കൗണ്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരത്തിൽ എൻ്റെ അപ്സ്റ്റോക്സ് അക്കൗണ്ടിന്റെ ആ ഒരു ഡിമാറ്റ് നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബയർ പാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ പാൻ നമ്പർ തന്നെ ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത്തരത്തിൽ BO സെല്ലർ ബയർ ലിങ്ക് സെറ്റപ്പ് സക്സസ്ഫുൾ എന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു BO ലിങ്കിങ്ങിന്റെ അപ്ഡേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ട്രാൻസാക്ഷനിലേക്ക് വരിക. അവിടെ ഇത്തരത്തിൽ BO ലിങ്കിങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ BO ലിങ്കിങ് ഇൻക്വയറി എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് സ്റ്റാറ്റസ് പെൻഡിങ് എന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ഒരു BO ലിങ്കിങ് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൽ നിങ്ങളുടെ മെയിൽ ID യിലേക്ക് അവർ അയച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇനി വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പം വെറും 2 മിനിറ്റിൽ തന്നെ ആ ഒരു മെയിൽ എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത സമയത്ത് ഇത്തരത്തിൽ ഇവിടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് അക്കൗണ്ട് നമ്പർ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ പാൻ ഐഡിയും അതുപോലെ തന്നെ ഡിമാൻഡ് അക്കൗണ്ട് ഐഡിയും ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ OTP ആയിട്ട് റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ്. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ ഐഡിയും ഡിമാറ്റ് ഐഡിയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ OTP വെരിഫിക്കേഷൻ കൂടി നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു BO ID ലിങ്കിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാൻ പോവുകയാണ്. ഇതിനായിട്ട് നിങ്ങൾ ഇവിടെ ട്രാൻസാക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ കാണുന്നതാണ്. അതിലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പേജിൽ നിങ്ങൾ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ബൾക്ക് സെറ്റപ്പ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതിലൊന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഇവിടെ നിങ്ങൾ ഏത് ദിവസമാണോ നിങ്ങൾ ഈ ഒരു ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ദിവസമായിട്ട് ഞാൻ ഈ ഒരു ഡേറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ കൗണ്ടർ BO ID എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ ഓൾറെഡി ഉണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ BO ID എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ എൻറ്റിറ്റി ഐഡന്റിഫയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ എന്ന് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ അക്കൗണ്ട് ISIN എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പം എൻ്റെ ആ ഒരു സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എന്തെല്ലാം ഷെയർസ് ആണോ ഉള്ളതെന്നുള്ള ലിസ്റ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഏത് ഷെയർ ആണോ എനിക്ക് ഇത്തരത്തിൽ അപ്സ്റ്റോക്സിലേക്ക് മാറ്റേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇത്തരത്തിൽ ആഹ്ലാദയുടെ ഒരു ഷെയർ ഇത്തരത്തിൽ എൻ്റെ അപ്സ്റ്റോക്സിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ്. അതിന് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഏത് സ്റ്റോക്കാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റിയാണ് മാറ്റിയതെന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാനായിട്ട് മാത്രം ഞാൻ ഇവിടെ ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ എന്താണ് റീസൺ ഫോർ ട്രേഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ടു ഓൺ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലും ആണ് അയച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ഗിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെരിഫൈ ചെയ്യാൻ നേരം ചോദിക്കുന്നുണ്ട് ഡു യു വാണ്ട് ടു സേവ് ദ ട്രാൻസാക്ഷൻ എന്ന് ഓക്കെ കൊടുക്കുക. ദ സെറ്റിൽമെന്റ് ട്രാൻസാക്ഷൻ ആർ ടെമ്പറലി സെറ്റപ്പ് വിത്ത് ട്രാൻസാക്ഷൻ ID എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെരിഫൈ ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് ഓക്കെ കൊടുത്ത സമയത്ത് ഒന്നുകൂടി ഇത് കൺഫേം ചെയ്യുകയാണ്. കാരണം സെബി ആണെങ്കിലും CDSL ആണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഷെയർ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റാൻ നിങ്ങൾ റെഡി ആണോ എന്നുള്ള കാര്യം ഒന്നുകൂടി കൺഫേം ചെയ്യാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഏത് ഷെയർ ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ പേര്, എത്ര ക്വാണ്ടിറ്റി ആണ്, ഏത് IDയിലേക്കാണ് മാറ്റാൻ പോകുന്നത്, എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഷെയർ ആണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഷെയറിന്റെ പേര് ഇവിടെ വന്നത്. ഒന്നിലധികം ഷെയർസ്, ഒരു 10 ഷെയർ ഒക്കെ വരികയാണെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടതുണ്ട്.
അതിനുശേഷം നിങ്ങൾ ഇത്തരത്തിൽ കമ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ OTP വരുന്നതാണ്. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ട്രാൻസാക്ഷന്റെ പിൻ ഉണ്ടല്ലോ, ആ ഒരു പിന്ന് കൂടി എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പിൻ നമ്പർ കൂടി എൻ്റർ ചെയ്തതോടെ ട്രാൻസാക്ഷൻ ഓതന്റിക്കേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓതന്റിക്കേഷൻ സക്സസ്ഫുൾ ആയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇത് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു മെയിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തെല്ലാമാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പല ബ്രോക്കറിലായിട്ട് കിടക്കുന്ന സ്റ്റോക്കുകളെ എല്ലാം കൂടെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രോക്കറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ഷെയർസ് വിറ്റിട്ട് ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ P&L ഇത് ബാധിക്കില്ല. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ബാധ്യതയും ഉണ്ടാകില്ല. മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്തരത്തിൽ ആ ഒരു ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ ആ ഒരു പുതിയ ബ്രോക്കറിൽ ഈ ഒരു ഷെയർ വരില്ലേ, ആ ഒരു സമയത്ത് ആ ഒരു ഷെയറിന്റെ ആവറേജ് ബൈ പ്രൈസ് എന്താണെന്ന് ആ ഒരു ബ്രോക്കറിൽ കാണാൻ പറ്റുകയില്ല. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ആവറേജ് ബൈ പ്രൈസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ചില പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ആ ഒരു ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ആവറേജ് ബൈ ബാക്ക് എന്താണെന്നുള്ളത് കാര്യം നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ CDSL to CDSL ആണ് ഇത് ട്രാൻസാക്ഷൻ വളരെ സ്മൂത്ത് ആയിട്ട് ഈസി ആയിട്ട് നടക്കുന്നത്. എന്നാൽ CDSL to NSDL എന്ന് പറയുമ്പോൾ അത്ര ഈസി അല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കാണാൻ പറ്റുന്നതാണ്. മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് വൈകിട്ട് 5 മണിക്ക് ശേഷവും അതുപോലെ തന്നെ ഹോളിഡേയ്സിലും ഈ ഒരു പോർട്ടൽ വർക്ക് ചെയ്യുകയില്ല. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു CDSL ഈസിയസ്റ്റ് അക്കൗണ്ട് ആണ്. അത് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ 24 അവേഴ്സ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന പാസ്വേഡും യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം പാസ്വേഡ് മാറ്റുക, നിങ്ങളുടെ ട്രാൻസാക്ഷൻ പിന്ന് മാറ്റുക. അതിനുശേഷം ഇത്തരത്തിൽ നിങ്ങൾ ആ ഒരു BO ലിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഷെയർസ് ഒരു ബ്രോക്കറിൽ നിന്ന് മറ്റൊരു ബ്രോക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും